അസ്സലാമു ഗായ്സ്, ടെക്നിക്സ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും ഒരിക്കലും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് HW8 അൾട്ര എന്ന ഒരു സ്മാർട്ട് വാച്ച്. അപ്പോൾ ഒരു വാച്ചിൻ്റെ നമുക്ക് ഒരു ഫുൾ കണക്റ്റിംഗ് സെറ്റിങ്സ് വീഡിയോ അൺബോക്സിങ് ഒരു കണക്റ്റിംഗ് വീഡിയോ ആണ് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡിവൈസ്. കാണാൻ പറ്റുന്ന അടിപൊളി വരുന്ന ഡിവൈസാണ് HW8 അൾട്ര എന്ന ഒരു മോഡൽ. അപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബൈ ലിങ്ക് വെച്ചിട്ട് ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അതിന് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊക്കെ നല്ല കിട്ടുന്ന മോഡൽ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് പരിചയപ്പെടാം. ഇത് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ Wearfit Pro എന്ന ഒരു ആപ്ലിക്കേഷനാണ്. QR കോഡും കാര്യങ്ങളൊക്കെ ബോക്സിൽ വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്ത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഓപ്പൺ ആകുമ്പോൾ കാണാൻ പറ്റും ഇതുപോലത്തെ ഇൻ്റർഫേസാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ടോട്ടലി ഈ ഒരു ഡിവൈസ് എന്നൊരു ഓപ്ഷനിലാണ് നമുക്ക് കണക്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഹാർട്ട് റേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഹെൽത്തി പരമായുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. then നമുക്ക് ടോട്ടൽ സ്റ്റെപ്സ്, പുതിയൊരു അപ്ഡേഷൻ നൽകിയത് കുറച്ച് സ്പോർട്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വാച്ച് ആപ്ലിക്കേഷനിൽ അപ്ഡേഷനിൽ വന്നിട്ടുണ്ട്. then നമ്മളെ അക്കൗണ്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡിവൈസ് എന്നൊരു ഫീച്ചറിലാണ് നമുക്ക് കണക്റ്റിങ് വന്നിരിക്കുന്നത്. ഇവിടെ ആഡ് ഡിവൈസ് എന്ന് കാണാൻ പറ്റും. ആഡ് ഡിവൈസിൽ നമ്മുടെ വാച്ച് നെയിം വന്നിരിക്കുന്നത് HW8 അൾട്ര എന്നാണ്. ഓക്കെ, അതിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പെയർ കണക്റ്റ് നമുക്ക് വാച്ച് ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കേഷനിൽ കണക്റ്റ് ആകുന്നത് കാണാം. ഓക്കെ, കണക്റ്റ് ആയി കഴിഞ്ഞു. കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഓപ്ഷന് കാണാൻ പറ്റും. പെയർ കണക്റ്റ് ചെയ്യണോ ചോദിക്കുന്നത്, ഞാൻ ജസ്റ്റ് പെയർ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് കയറി ഔട്ട് ആ നോട്ടിഫിക്കേഷനാണ്. നമുക്ക് ഇവിടെ വേണ്ടെങ്കിൽ തെറ്റ് ചെയ്യാവുന്ന നോട്ടിഫിക്കേഷൻ അലോ അടിക്കണമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകുന്നു. ഓക്കെ, ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഫസ്റ്റ് ടൈമുള്ള ഒരു ഇൻ്റർഫേസ്. നമുക്ക് വാച്ചിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ പറ്റും HW8 അൾട്ര വാച്ചിൻ്റെ പേഴ്സൻറ്റേജ്, അതുപോലെ തന്നെ കാൽഷ്യസ്, ടോട്ടൽ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതാണ്. നമുക്ക് വാച്ച് ഫേസിൻ്റെ ഒരു സെക്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വാച്ച് ഫേസ് നമുക്ക് ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പറഞ്ഞത് ഇതുപോലെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് വാച്ച് ഫേസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെയ്ഡ് ആയിട്ട് വരുന്ന കുറച്ച് വാച്ച് ഫീസ്, അത്യാവശ്യം നല്ലൊരു മോഡൽ ക്വാളിറ്റി വരുന്ന വാച്ച് ഫീസ് പെയ്ഡാണ്. അതുപോലെ തന്നെ കസ്റ്റം വാച്ച് ഫീസ് അടിയിൽ കാണാൻ പറ്റും. എഡിറ്റിൽ നമുക്ക് ഇതിലൊരു ഫോട്ടോ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു വാച്ചിൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. then അപ്ലൈ. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എത്ര വേണ്ട സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ക്രോപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് വാച്ച് ഏത് സൈസിലാണ് അതിൻ്റെ ഒരു ഫോണ്ട് വേണ്ടത്, അതിൽ ഡിഫറെൻ്റ് ആയിട്ട് കളറിലും അതുപോലെ തന്നെ ഒരു 3 മോഡലിൽ വരുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കസ്റ്റം വാച്ച് ഫീസ് നമുക്ക് വാച്ചിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു സിമ്പിൾ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ 1.5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതിലേക്ക് കയറണം നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ബാക്ക് അടിക്കുന്നുണ്ട്, വീഡിയോ ലോങ് ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വാച്ച് ഫേസ് നമുക്ക് ഇതിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ ഒരുപാട് വാച്ച് ഫേസ് നേരത്തെ കണ്ടല്ലോ, ആപ്ലിക്കേഷനിൽ വരുന്ന ഫേസസ് നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റുന്നത്. then നമുക്ക് മറ്റൊരു സെറ്റിങ്സിലേക്ക് കടക്കാം. ഓക്കെ, ഇതിന് വന്നിരിക്കുന്നത് നമുക്ക് ഒരുപാട് സ്പെഷ്യൽ ഫീച്ചർ. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, പവർ സേവിങ് മോഡ് ആക്കണം. 20% അടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാച്ചിലേക്ക് മെസ്സേജ് വരും, പവർ സേവിങ് ആക്കണോ. ഇതുപോലെ ഒക്കെ പവർ സേവിങ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കേഷൻ്റെ കണക്ഷനും പോകും. ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വന്നു പോയതാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഫീച്ചറിന് 20% ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാച്ചിൽ മെസ്സേജ് വരും. അൺപെയർ കണക്ട് ചെയ്ത് പവർ സേവിങ് മോഡൊക്കെ മാറ്റാം. പവർ സേവിങ് കഴിഞ്ഞാൽ കൂടുതൽ സമയം നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് വാച്ചിൻ്റെ ആ ഒരു ഡയൽ മാത്രം ടൈമും കാര്യങ്ങളും മാത്രം വർക്ക് ചെയ്യുന്നൊരു ഫീച്ചറാണ്. 3 സെക്കൻഡ് സൈഡ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺപെയർ ചെയ്യാൻ പറ്റുക, പവർ സേവിങ് മോഡിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ഫീച്ചർ വന്നിരിക്കുമ്പോൾ നല്ലൊരു ഫീച്ചറിനാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ടൈം കാണാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻസിൻ്റെ ഒരു സെക്ഷന്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഏകദേശം ഒരു 5, 7, 9 വരുന്ന ആപ്ലിക്കേഷൻസ് ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് വാച്ചിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, then ബിസിനസ് കാർഡ്സ് ആണ്, അഥവാ കുറച്ച് ആഡ് വരുന്നുണ്ട്. ബിസിനസ് കാർഡ്സ് നമുക്ക് കുറച്ച് പേയ്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഏത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ നമുക്ക് വാച്ചിൽ അറിയാൻ പറ്റും. പിന്നെ ഫ്രീക്വൻ്റ്ലി ആഡ് കോൺടാക്റ്റ് ആണ്. സെലക്ട് ചെയ്ത് നമുക്ക് കോൺടാക്റ്റ് നമുക്ക് വാച്ചിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ജസ്റ്റ് വാച്ചിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആഡാണ്. ഓക്കെ, നമ്പറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബിസിനസ് കാർഡിൻ്റെ കുറച്ച് ഒരു QR കോഡ് ആഡ് ചെയ്യുന്നതാണ്. വാട്സപ്പ് ഉൾപ്പെടെ നമുക്ക് QR കോഡ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. വെതർ ചെക്കിംഗ് ആണ്. പിന്നെ ഫൈൻഡ് ഡിവൈസ് ആണ്. ഫൈൻഡ് ഡിവൈസ് ഞെക്കി ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലി വാച്ച് വൈബ്രേറ്റ് ആകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹെൽത്തി പരമായുള്ള കുറച്ച് ഡിഫറെൻറ്റ് കാര്യങ്ങളുണ്ട്. ഓക്കെ,
ദെൻ ഒരു വാലറ്റ് എന്ന സ്പെഷ്യൽ ഫീച്ചർ ആലിപേ ക്യൂപേ ഇത്രയും കാര്യങ്ങളുടെ QR കോഡ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ദെൻ BT ക്യാമറയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന ഒരു ഫീച്ചർ നമുക്കിതിൽ വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഒരു NFC പേയ്മെൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ കാര്യമാണ് വന്നിരിക്കുന്നത്. ദെൻ അതറിൽ നമുക്ക് റൈസ് ടു വേക്കപ്പ് ഹവർലി ഹാർട്ട് റേറ്റ് മോണിറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുള്ളതാണ് ചോദിക്കുന്നത്. ദെൻ നമുക്ക് ഇവിടെ അപ്ഡേഷനാണ്. ടോട്ടലി പുതിയൊരു അപ്ഡേഷൻ തന്നെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്ഡേഷൻ ആണെന്ന് നമുക്ക് വാച്ചിലേക്ക് ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയറും കാര്യങ്ങൾ കറക്റ്റ് അപ്ഡേഷൻ വരുന്ന ഒരു മോഡൽ തന്നെയാണ് HW8 Ultra Wearfit Pro എന്ന ആപ്ലിക്കേഷൻ വരുന്നത്. കറക്റ്റായിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ പോകുന്നൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് Wearfit Pro എന്ന ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്. ഇനി കുറച്ച് ബ്ലൂടൂത്ത് പെയർ കണക്ട് ചെയ്ത് വാച്ച് കോൾ അത് നമുക്ക് കണക്ട് ചെയ്ത് ജസ്റ്റ് കോളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. ഇതുപോലെ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് വാച്ച് കോൾ എന്നൊരു ഓപ്ഷൻ വരും. ആ ഒരു വാച്ച് കോൾ ഓപ്ഷനിൽ പെയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ വരുന്ന കോളും കാര്യങ്ങളൊക്കെ നമുക്ക് വാച്ചിൽ അറ്റൻഡ് ചെയ്യാം, വാച്ചിന് ഡയറക്റ്റ് സംസാരിക്കുക എന്നുള്ള ഒരു ഫീച്ചർ വന്നിരിക്കുന്നത്. ഓക്കെ, വാച്ച് കോൾ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് വാച്ച് കോൾ. ആ ഒരു വാച്ച് കോളിൽ പെയർ കണക്ട് നമ്മൾ HW8 Ultra മാത്രം കണക്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല, വാച്ച് കോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഇത്രയും കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഫോണിൽ വരുന്ന മ്യൂസിക്കും കാര്യങ്ങളും നമുക്ക് വാച്ചിൽ ഡയറക്റ്റ് കേൾക്കാൻ പറ്റുന്നതാണ് മറ്റൊരു പ്രത്യേകത. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, എന്നിട്ട് കോൾ ചെയ്യാനായിട്ട് ജസ്റ്റ് ഡയൽ പാഡ് എടുക്കുന്ന ഒരു നമ്പർ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു ഫോണിലേക്ക് തന്നെയാണ് കോൾ ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ കേൾക്കുന്നത് വാച്ചിലെ ശബ്ദമാണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് വാച്ചിൽ നിന്ന് കോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്പീക്കറും കാര്യങ്ങളൊക്കെ വാച്ചിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ബെസ്റ്റ് മ്യൂസിക് കേൾക്കാനും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നമുക്ക് മ്യൂസിക് കേൾക്കാം. അതുപോലെ തന്നെ കോൾ ചെയ്താൽ കോൾ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഡയറക്റ്റ് കോൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് നമുക്ക് NCSൻ്റെ ഒരു മ്യൂസിക് പരിചയപ്പെടുത്താം. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വാച്ചിലെ ശബ്ദമൊക്കെ വോളിയം കൂട്ടുന്നുണ്ട്. ഓക്കെ, നല്ലൊരു ക്വാളിറ്റിയുള്ള ശബ്ദം തന്നെയാണ് നമുക്കിതിൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ നെക്കി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറും കൂടെ നെക്സ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പൗസ് ചെയ്യാനും പറ്റും, അതുപോലെ പൗസ് ചെയ്യാം. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഫോണിൽ തന്നെ പൗസ് ആവും. then ഒന്നുകൂടി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഫീച്ചർ തന്നെയാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കണക്ട് ചെയ്താണ്ടുള്ള ബ്ലൂടൂത്ത് പെയർ കണക്ട് ചെയ്തുള്ള ഒരു ഫീച്ചർ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു നെക്സ്റ്റ് മ്യൂസിക്കിലേക്ക് പോയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വാച്ചിൽ കേൾക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത വന്നിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് പരിചയപ്പെടുത്താനുള്ളത്. അപ്പോൾ ടോട്ടലി എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഈ ഒരു വാച്ച് ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്താണ്ടുള്ള ഇതുപോലെ QR കോഡ് കാര്യങ്ങൾ സിമ്പിളായിട്ട് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. ഒരു ആഡ് ഓപ്ഷനിൽ നമുക്ക് ജസ്റ്റ് QR കോഡ് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ജസ്റ്റ് ഗാലറിക്ക് പോയി നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി QR കോഡ് കാര്യങ്ങൾ നമുക്ക് വാച്ചിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ Google Pay ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു QR കോഡ് കാണിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ Google Pay QR കോഡൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ FIFA വേൾഡ് കപ്പ് ആയതുകൊണ്ട് ഈ ടൈം ആയതുകൊണ്ട് സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് അഡീഷന് വാച്ച് ഫീസ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ വാച്ച് ഫീസ് നമുക്ക് പെയ്ഡ് അല്ലാത്ത വാച്ച് ഫീസ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു മോഡലിനെ പരിചയപ്പെടുത്താനുള്ളത്. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ബൈ ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.